പരീക്ഷകളുടെ കാലാണ് ഇനി അടുത്ത് വരുന്നത്. 10ാം ക്ലാസ് +2, പ്രത്യേകിച്ച് 10ാം ക്ലാസ് +2 അല്ലെ. രക്ഷിതാക്കളും കുട്ടികളും ഒരുപോലെ ടെൻഷനില്ല. ഇപ്പൊ അടുത്ത ദിവസങ്ങളായിട്ട് ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ബുക്കിംഗ് അല്ലെങ്കിൽ നമ്മളടുത്ത് വരുന്ന കേസുകൾ എന്ന് പറഞ്ഞാല് പഠിച്ചിട്ട് ടെൻഷനായ കുട്ടികളുടെ പഠനം കണ്ട് ടെൻഷനായ രക്ഷിതാക്കള്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും എനിക്ക് പറയാനുള്ളത്, പരീക്ഷ എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനത്തിന്റെ പുരോഗതിയുടെ ഒരു റിസൾട്ടാണ് അല്ലെ. ഇപ്പൊ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതിയിട്ടേ +1ലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ അല്ലെ. അതുപോലെ തന്നെ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ +2 കഴിഞ്ഞിട്ടാണ് ഡിഗ്രിക്ക് തുടർന്നുള്ള കോഴ്സുകളോ അതല്ലെങ്കിൽ മറ്റുള്ള ഏത് മേഖലയിലേക്കും തിരിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എന്താണെങ്കിലും ഇതിനെ അംഗീകരിച്ച് പറ്റൂ. പക്ഷെ പരീക്ഷാ ഭയം, എക്സാം ഫിയർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. ഇത് ഏറ്റവും രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന നല്ല പഠിപ്പുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. അതല്ലാതെ ഉഴപ്പി നടക്കുന്ന ഒരാൾ പോലും ഇത്ര ദിവസമായിട്ട് ഇവിടെ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് കേട്ടാൽ മതി, എത്ര ടെൻഷൻ അടിച്ച് കേൾക്കൊന്നും വേണ്ട. എക്സാം എന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും 10ാം ക്ലാസ് ആവട്ടെ 9ാം ക്ലാസ് ആവട്ടെ ഏത് ക്ലാസ്സുകാർക്കും അഭിമുഖീകരിക്കാനുള്ളതാണ്. പക്ഷെ നമ്മുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ള രീതിയിലാണ് 10ാം ക്ലാസ് +2 ഒക്കെ കാണുന്നത്. നമ്മൾ ടെൻഷൻ അടിച്ച് സ്ട്രെസ്സായി ഉറക്കൊഴിച്ച് വലിയ രീതിയിൽ അസ്വസ്ഥതയിൽ പഠിക്കും തോറും നമ്മുടെ ഓർമ്മശക്തി കുറഞ്ഞു വരും. നമ്മൾ എത്രത്തോളം മനസ്സ് ഫ്രീ ആക്കിയിട്ട് ആത്മധൈര്യത്തോടു കൂടി പഠിക്കാനിരിക്കുന്നോ നമുക്ക് മെമ്മറി പവർ കൂടും. അത് ആദ്യം മനസ്സിലാക്കുക. നന്നായി പഠിക്കുന്ന പല കുട്ടികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10 ചാപ്റ്റർ പഠിക്കാണ്ടെങ്കിൽ അതിൽ 8 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠിച്ച 8 ചാപ്റ്ററിനെ കുറിച്ച് അവർ ഹാപ്പി ആവുന്നില്ല. പഠിക്കാനിരിക്കുന്ന 2 ചാപ്റ്ററിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിട്ട് രാത്രി ഉറക്കല്ല, നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ തലവേദന. എന്തിനാണ്? ഇനിയും നമ്മുടെ മുന്നിൽ കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ അങ്ങനെ വിഴുങ്ങിയെടുക്കണം അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ടൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ തലച്ചോറിന്റെ കപ്പാസിറ്റി ആണെങ്കിലും നമ്മുടെ മൈൻഡിന്റെ കപ്പാസിറ്റി ആണെങ്കിലും ഏത് മേഖലയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും നമുക്ക് എപ്പോഴും എന്തും ആത്മാർത്ഥമായിട്ട് നല്ല ഹാപ്പിനെസ്സോട് കൂടി നേടണമെങ്കിൽ നമ്മൾ കുറച്ച് മനസ്സൊക്കെ ഫ്രീ ആക്കണം. നമ്മൾ വല്ലാതെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്സായിട്ട് ഇങ്ങനെ എന്ത് വിജയം നേടിയിട്ടും അത് നമ്മുടെ ഭാവി ജീവിതത്തിൽ അങ്ങനെ പിന്തുടർന്ന് പോയി ചെയ്യുള്ളൂ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ പഠിച്ചതാണെങ്കിലും അധ്വാനിക്കുന്നതാണെങ്കിലും സമ്പാദിച്ചതാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ സന്തോഷകരമായിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ മനസ്സ് ഫ്രീ ആക്കുക. അപ്പൊ പ്രത്യേകിച്ച് രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ എല്ലാ വിഷയത്തിലും A+ മേടിക്കണം, എനിക്ക് ഒരു വിഷയത്തിൽ ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ജീവിച്ചിരിക്കൂല, അച്ഛന് ടെൻഷൻ ആവട്ടോ, അച്ഛൻ അത്ര പ്രതീക്ഷയിലാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അസ്വസ്ഥമാക്കുന്ന കുറെ രക്ഷിതാക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെന്ന് മക്കളോട് പറയരുത്. അവര് മേടിക്കും, ഇൻഷാ അല്ലാഹ് മേടിക്കേണ്ടത് എന്താ മേടിക്കും. ഇനിയിപ്പോ എല്ലാ വിഷയത്തിലും A+ മേടിച്ചിട്ട് ജീവിതത്തിൽ വിജയിച്ചോളണമെന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കുട്ടികൾക്ക് ജീവിതത്തിൽ വിജയിക്കണം. എക്സാമിൽ മാത്രം വിജയിച്ചിട്ട് ഒരു കാര്യബോധമല്ല, അതൊരാളോട് പെരുമാറാൻ അറിയാതെ നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നിട്ട് ഇറങ്ങാതെ ചുമ്മാ പഠിപ്പിസ്റ്റായിട്ട് പുസ്തകപ്പുഴമായിട്ട് വല്ല കാര്യമുണ്ടോ? പഠിക്കണം. പഠിക്കുന്നതിനോട് കൂടി കുട്ടികൾക്ക് പെരുമാറാനും സാമൂഹിക കാര്യങ്ങൾ ഇടപെടാനും ഒക്കെ നമ്മൾ അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. അതല്ലാതെ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിട്ട് വീട്ടിൽ പിടിച്ചു വെച്ചതിന്റെ പേരിൽ ഒരു കുട്ടികളും ഭാവിയിൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠനം മാത്രമല്ല, സാമൂഹികപരമായിട്ടും മാനസികപരമായിട്ടും എല്ലാ അടുപ്പങ്ങളും രക്ഷിതാക്കളോടും വീട്ടുകാരോടും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അനാവശ്യമായിട്ടുള്ള ഒരു ടെൻഷനാണ് ഇന്ന് രക്ഷിതാക്കളിലും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളിലും കാണുന്നത്. ശരിയായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം, രാത്രി കുറച്ചൊക്കെ നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ ഉണരുക. അതല്ലാതെ 1 മണി 2 മണി വരെ ഉറക്കൊഴിച്ച് ഇരുന്നിട്ട് പിന്നെ വീണ്ടും 4 മണിക്ക് ഉണരുക എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ 4 ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ 2 മണി വരെ അല്ലെങ്കിൽ 1 മണി വരെ ഉറക്കൊഴിച്ച് കുത്തിരിക്കുന്നുണ്ട്, അതിനുശേഷം പിന്നെ ഞാൻ 4 മണിക്ക് ഉണരും എന്ന് ക്ലാസ് ടീച്ചറോടോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സുകളോടോ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പഠിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ടെൻഷനും സ്ട്രെസ്സും നമുക്ക് കൂടി കൂടി വരും, ഓർമ്മശക്തി കുറഞ്ഞു വരും. നന്നായിട്ട് ഉറങ്ങണോ, ഉറങ്ങിയിട്ട് കാലത്ത് കുറച്ച് നേരത്തെ എണീറ്റ് പഠിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും സ്നേഹിക്കുന്നുവെങ്കിൽ. അതല്ലാതെ വെറുതെ ടെൻഷൻ അടിക്കുന്നു വേണ്ട. രക്ഷിതാക്കളെ നെഗറ്റീവായിട്ട് കുട്ടികളെ മോട്ടിവേഷൻ ചെയ്യാതെ നന്നായിട്ട് രക്ഷിതാക്കൾ മെഡിറ്റേഷൻ ചെയ്യുക. കണ്ണടച്ചിരുന്നിട്ട് എൻ്റെ മകൾ നന്നായിട്ട് പഠിക്കും, പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് മേടിക്കും, അവർക്ക് ഓർമ്മശക്തി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും എഴുതാൻ കിട്ടും. ഇങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പോസിറ്റീവ് മെഡിറ്റേഷൻ രക്ഷിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നാം ഏതിലേക്ക് ചിന്തിക്കുന്നു അതിലേക്ക് എത്തും. എന്ത് വിത്താണ് ഭൂമിയിൽ കുഴിച്ചിട്ട് അതന്നെയാണല്ലോ വളർന്ന് പന്തലിക്കുന്നത്.
അപ്പൊ നമ്മളിങ്ങനെ മക്കൾ തോൽക്കുകയോ അല്ലെങ്കിൽ A+ കുറയോ അല്ലെങ്കിൽ മാർക്ക് കുറയോ എന്നിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കുട്ടികൾക്ക് മാർക്ക് കുറയലും A+ നഷ്ടപ്പെടലും കുട്ടികൾ ടെൻഷൻ ആവലും സ്ട്രെസ് ആവലൊക്കെ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ കുട്ടികൾക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുത്തിട്ട് അവരെ മനസ്സ് റിലാക്സ് ആയിട്ട് അവരാഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പിൻബലം, ഒരു സപ്പോർട്ടാണ് രക്ഷിതാക്കൾ കൊടുക്കേണ്ടത്. അതല്ലാതെ ഒരുപാട് രക്ഷിതാക്കൾ പറയാറുണ്ട്, നീ ആകെ ഒരു മോനുള്ളൂ അല്ലെങ്കിൽ മോളുള്ളൂ, ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നീ മാത്രമേ ഉള്ളൂ. സോറി, ഒരിക്കലും രക്ഷിതാക്കളായ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ളതല്ല നമ്മുടെ മക്കള്. അവരുടെ സ്വപ്നങ്ങൾക്ക് പിറകെ നിന്നുകൊണ്ട് അവർ പോസിറ്റീവായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. റോങ് ആയി പോകുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അവർ ചെയ്യുന്ന എല്ലാ തെറ്റിനും നമ്മൾ പിൻബലം കൊടുക്കണം എന്നല്ല പറയുന്നത്. പിന്നെ ഒരു നിശ്ചിത പ്രായമാകുമ്പോൾ മക്കൾക്ക് ഹോർമോൺ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ അവർക്ക് മറ്റു പല ചേഞ്ചുകളും വരുമ്പോൾ ആ ചേഞ്ചുകളെ അംഗീകരിക്കാനും പൊരുത്തപ്പെടാനും ഉള്ളൊരു മനസ്സ് രക്ഷിതാക്കളിൽ ഇല്ല എങ്കിൽ ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളും ഖേദിക്കേണ്ടി വരും. എന്നും എല്ലാം എപ്പോഴും ഒരുപോലെ ഒരിക്കലും ഉണ്ടാവില്ല. മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അവരെ മനസ്സ് മാറും, കാലങ്ങൾക്കനുസരിച്ചിട്ട്, പ്രായത്തിനനുസരിച്ചിട്ട്. അപ്പൊ ആ ഒരു വിട്ടുവീഴ്ച കൂടി നമ്മൾ മനസ്സിലാക്കി അവരെ ഫ്രീ ആക്കി വിട്ടിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിതരായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എക്സാമിന്റെ സമയം എടുക്കുന്നതിനനുസരിച്ച് വല്ലാതെ ടെൻഷൻ അടിക്കല്ല വേണ്ടത്, ഹാപ്പി ആവാണ് വേണ്ടത്. നമ്മൾ നിലവിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു ബസ് വന്നാൽ, ഒരു വാഹനം വന്നാൽ എത്രമാത്രം ഹാപ്പി ഉണ്ടായിരിക്കും നമുക്ക്. അതുപോലെ 10ാം ക്ലാസ് എന്ന ആ ഒരു ഇരിപ്പിടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന്, സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്കുള്ള യാത്രക്കുള്ള ബസ്സാണ് നമ്മുടെ എക്സാം. അതിന് അത്രമാത്രം കണ്ടാൽ മതി. നമ്മളൊന്ന് കുറച്ചൊക്കെ വ്യായാമം ചെയ്യുക. തീരെ ഒരു വ്യായാമമില്ല, ഒരു കളിയുമില്ല, സ്കൂൾ അത് കഴിഞ്ഞ വീട്ടിൽ അങ്ങനെ അടച്ചിരുന്ന് പഠിപ്പ്. ഇങ്ങനെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഓർമ്മശക്തി കൂടൂല, കുറേ ചെയ്യുള്ളൂ. മാനസികാവസ്ഥ വളരെ മോശമായിരിക്കും. പിന്നെ കുറച്ച് എങ്ങനെയെങ്കിലൊക്കെ തലകുത്തി പറഞ്ഞ് മാർക്ക് വാങ്ങിയിട്ട് കാര്യമൊന്നുമില്ല, വീണ്ടും അപകടാവസ്ഥയിലേക്ക് പോകും. ശരിയായിട്ടുള്ള വിശ്രമം മനസ്സിനും ശരീരത്തിനൊക്കെ കൊടുക്കണം, കുറച്ചൊക്കെ വ്യായാമം ചെയ്യണം, പഠിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക. അതിന് ഏറ്റവും വലിയ വില്ലനായിട്ട് നിൽക്കുന്ന ഈ സാധനത്തിലേക്കുള്ള പോക്ക്. ഇപ്പൊ പല കുട്ടികളോടും ചോദിക്കുമ്പോൾ പറയും കുറച്ച് പഠിച്ചാൽ അപ്പൊ അത് എടുക്കണം എന്നുള്ളത്. അതിന് നമ്മൾ കൺട്രോൾ ചെയ്യൽ നിർബന്ധമാണ്. ആവശ്യമില്ലാത്തതിന് പിറകെ നടന്നാൽ അത്യാവശ്യമുള്ളത് നഷ്ടപ്പെട്ടു പോകും. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ആവശ്യമില്ലാത്തതിന് പിറകെ നടന്നാൽ അത്യാവശ്യമുള്ളത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ വളരെ പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊന്നും കാണിക്കാതെ ഒന്നും മനസ്സൊക്കെ ഫ്രീ ആക്കിയിട്ട് പഠിക്കുക. പിന്നെ എല്ലാം എടുത്തു വെച്ച ആളുകൾ ഒരു മാസം കൊണ്ട് എല്ലാം കൂടി പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ അതിൻ്റെതായ സമയം ഡിവൈഡ് ചെയ്തിട്ട് എക്സാം ആകുമ്പോഴേക്കും പഠിച്ചു തീർക്കുക. അതല്ലാതെ നന്നായി പഠിച്ച് അടിപൊളിയായ മക്കൾ ടെൻഷൻ അടിക്കാതെ റിലാക്സ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും നിങ്ങൾ ഉന്നതമായ മാർക്ക് വാങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലൂടെ സഞ്ചരിക്കുന്നതും സ്ഥിരമായിട്ട് കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും, വിജയം ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഓർമ്മശക്തിയൊക്കെ കൂടാൻ ഇങ്ങനെ ഈ മുദ്രയൊക്കെ പിടിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പറഞ്ഞ ഹമ്മിങ് തെറാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഓർമ്മശക്തി കൂടും. പിന്നെ കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ റിലാക്സ് ആവണം. ഈ ഫുൾ ടൈം സ്കൂളിൽ പോയിട്ട് ആക്റ്റീവായിട്ട് പഠിക്കുന്നു, അങ്ങനെ ആ പാഠം പഠിക്കുന്നു, അതോ അങ്ങോട്ട് മനസ്സിലാക്കുന്നു, വീണ്ടും വീട്ടിൽ വന്നാൽ വീണ്ടും പഠിക്കുന്നു. ഫുൾ ടൈം ആക്റ്റീവ് ആവുമ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു റെസ്റ്റും ഇല്ലാതെ ഒരാൾ ജോലി ചെയ്യുന്നുവെങ്കിൽ എത്ര ആരോഗ്യമുള്ള ആളും ക്ഷീണിച്ചു പോകും അല്ലേ. ഇപ്പൊ ഞാൻ എൻ്റെ ക്ലിനിക്കിലാണ് ഇരിക്കുന്നത്, ഞാനിത് വീട്ടിൽ പോകാണ്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു, രാത്രി കിടന്ന് ഉറങ്ങുന്നു, നേരെ വെളുത്ത് വീണ്ടും ക്ലിനിക്കിലേക്ക് വരുന്നു. അപ്പൊ എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടായിരിക്കും, ആരോഗ്യം ഉണ്ടായിരിക്കും, ഉന്മേഷം ഉണ്ടായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും. അതല്ലാതെ ഇനിയിപ്പോ നാളത്തെ ആൾക്കാരെ എന്താണ് വിളിച്ചു വരുത്തിയിട്ട് ഇന്ന് രാത്രിയൊക്കെ അവിടെ കുത്തിരുന്ന് നേരെ വെളുത്ത വീണ്ടും ഡ്യൂട്ടിയിൽ തുടരുന്നുവെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ കിടപ്പിലാകും. എനിക്ക് ജോലിയോടെ ഞാൻ മടുപ്പ് വരും. അപ്പൊ ഇതിപ്പോ ഈ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു മടുപ്പുള്ള ജോലിയല്ല വേണ്ടത്. ഓരോ ദിവസം മുന്നോട്ട് നമ്മൾ പോകണം, മനോഹരമായിട്ട് ജീവിതം ആസ്വദിക്കും വേണം. അപ്പൊ നിങ്ങൾ വെറും പഠിപ്പ് വെച്ചിട്ട് ഇങ്ങനെ നടക്കരുത്. പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. അതിനോട് കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് റിലാക്സ് ആവണം. ഒരു പഠിപ്പിനെ കുറിച്ചിട്ടോ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ശ്വാസത്തിലേക്ക്, തന്റെ ജീവവായുവിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ടിരിക്കുക. അത് റിലാക്സ് ആണ്. അപ്പൊ ആക്റ്റീവായിട്ട് ഇങ്ങനെ പോകുന്ന ആൾ വേറെ ക്ഷീണിക്കും, എല്ലാത്തിനോടും മടുപ്പ് തോന്നും. അപ്പൊ നമ്മൾ റിലാക്സ് ആയിട്ട് ഒന്നല്ലെങ്കിൽ ഒരു പാട്ട് കേട്ട് റിലാക്സ് ആവുക, അതല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് റിലാക്സ് ആവുക. ഇനി അതൊന്നുമല്ല എങ്കിൽ നന്നായിട്ട് നമ്മളെ ജീവവായുവിലേക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക. അതല്ലെങ്കിൽ മലർന്ന് കിടന്ന് മേപ്പെട്ട് നോക്കി ഇരിക്കുക. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, മലർന്ന് കിടന്ന് മേപ്പെട്ട് നോക്കി ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക. ഫുൾ ടൈം ബുക്കുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതൊരു മടുപ്പിലേക്ക് പോകും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനോട് കൂടെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവരെങ്ങനെ വല്ലാതെ ടെൻഷനും സ്ട്രെസ്സും ഒന്നും ആക്കേണ്ട, അതിലൊന്നും കാര്യമൊന്നുമില്ല.
അതിലൊന്നും കാര്യമൊന്നുമില്ല. വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ഇന്നത്തെ രക്ഷിതാക്കളാണ് ഭയങ്കര ടെൻഷൻ്റെ ആളുകൾ, സ്ട്രെസ്സിൻ്റെ ആളുകൾ. അതിലൊന്നും കാര്യമില്ല. നമ്മൾ കുറച്ചൊക്കെ ഒരു പോസിറ്റീവായിട്ട് അവരുടെ കൂടെ നിൽക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതല്ലാതെ യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്തൊരു മോനാണെങ്കിൽ അവന്റെ പിറകിൽ നടന്ന് നമ്മൾ ഊണ് ഒഴിവാക്കി, ഉറക്കം ഒഴിവാക്കി, സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിട്ട് വെറുതെ ഇരുന്നിട്ട് നമ്മുടെ ശരീരം കേടുത്തുന്നതിനാ. മക്കളുടെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടി നമുക്ക് മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഒരു മോനെ അങ്ങനെ ഒരു രീതിയിലും ഓനെ ഓക്കെ അല്ല, ഓനോന്റെ ഇഷ്ടത്തിന് ഫുൾ ടൈം മൊബൈൽ കളിച്ചിരിക്കുക, എന്നിട്ട് അതിന്റെ പേര് തല്ല് വർത്താനം പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാതെ കിടക്കുക, ഭക്ഷണം കഴിക്കാതെ കിടക്കുക. അതിൽ കാര്യമൊന്നുമില്ല. സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കും, പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടവർ പറഞ്ഞാൽ മനസ്സിലാക്കും. അതല്ലാത്തവരോട് കുറച്ച് കാര്യങ്ങൾ പറയാം. അല്ലാതെ നമ്മുടെ സ്വന്തം മനസ്സിന്റെ റെസ്റ്റ്, അതുപോലെ സമാധാനം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉറക്കം, ഇതൊക്കെ ഒഴിവാക്കി ടെൻഷനും സ്ട്രെസ്സും അടിച്ച് ലോകത്ത് നിങ്ങൾ ആരെയും സ്നേഹിക്കരുത്. അത് മക്കളെന്നല്ല, ഭാര്യനെയും ഭർത്താവിനെയും കൂട്ടുകാരെയും അങ്ങനെ ആരും സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിച്ച യഥാർത്ഥ സ്നേഹമല്ല. സ്വന്തം മനസ്സിന്റെയും ശരീരത്തിന്റെയും വാല്യൂ മനസ്സിലാക്കാതെ മറ്റൊരാൾക്ക് പിറകെ, അത് എന്ത് ബന്ധത്തിന്റെ പേരിലാണെങ്കിൽ മറ്റൊരാൾക്ക് പിറകെ പോകുന്നുവെങ്കിൽ നമ്മൾ അത്ര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആളല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എക്സാമുമായി ബന്ധപ്പെട്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻസുകളുണ്ട്, തെറാപ്പികളുണ്ട്, സ്മൈൽ തെറാപ്പികളുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സ് റിലാക്സ് ആക്കിയിട്ട് ഉന്നതമായ മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങളുടെ മനക്കരുത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏത് ആഗ്രഹിക്കുന്ന മേഖലയിലും എത്തണം എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ടെൻഷൻ ആവല്ല വേണ്ടത്, സ്ട്രെസ് ആവല്ല വേണ്ടത്. റിലാക്സ് ആയിട്ട് മനക്കരുത്തോടു കൂടി നിങ്ങൾ പഠിക്കുക, മുന്നോട്ട് പോവുക. മനക്കരുത്തില്ലാത്തവൻ 3 ദിവസം കൊണ്ട് പഠിക്കുന്നത് മനക്കരുത്തുള്ള ഒരാൾക്ക് 3 മണിക്കൂർ കൊണ്ട് പഠിക്കാറുണ്ട്. ആ മനക്കരുത്ത് നേടുവാനുള്ള തെറാപ്പികളും മെഡിറ്റേഷൻസുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുള്ള ബ്രീത്തിങ് എക്സസൈസുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുള്ളതായ ഇമേജ് ആണ് നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത്. അതിനുള്ള അഫർമേഷനുകളാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. അതിനുള്ള ഫുഡുകളാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് നിങ്ങൾ നടത്തേണ്ടത്. കൂടെ ഒരുപാട് പ്രവൃത്തികളും. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് റിസൾട്ട് കാണും. നിങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം. മെഡിറ്റേഷനുമായി, തെറാപ്പിയുമായിട്ട് ഏത് രീതിയിലുള്ള അസ്വസ്ഥതകളാണോ, ടെൻഷൻസുകളാണോ, പഠനവുമായി ബന്ധപ്പെട്ട കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്, തീർച്ചയായിട്ടും അതിനെല്ലാം പരിഹാരമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടെ ഉണ്ടായിരിക്കും. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാം.